ഗൗതമിൻ്റെയും അനുവിൻ്റെയും മാറ്റർ ഇവിടെ ക്ലോസ്ഡ് ആണ്. നമുക്ക് രണ്ടുപേർക്കും അതാണ് നല്ലത്. ഇറങ്ങിക്കോ. അവൻ സ്റ്റിയറിങ്ങിൽ കൈവച്ചുകൊണ്ട് മുൻപോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അനു ഒന്ന് പുഞ്ചിരിച്ചു. ഒരു ജീവനില്ലാത്ത പുഞ്ചിരി. ശേഷം അവൾ ബാഗ് കയ്യിലെടുത്തുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ആ സ്പോട്ടിൽ തന്നെ ഗൗതം കാറെടുത്ത് മുൻപോട്ട് കുതിച്ചു. ആ കാറ് മറഞ്ഞകലും വരെ അനു അതും നോക്കി നിന്നു. പക്ഷെ ആ നിമിഷവും അവളുടെ മിഴികളിൽ നനവ് പടർന്നില്ല. അവൾ അവൻ പോയി മറിഞ്ഞപ്പോഴും അവിടെ തന്നെ നിന്നു. അപ്പോഴായിരുന്നു കിഷോർ കതക് തുറന്നത്. ആ സമയം അയാൾ കണ്ടത് കയ്യിലൊരു ബാഗുമായി ഇരുട്ടിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന അനുവിനെയാണ്. അവളെ കണ്ടതും അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു. കിഷോർ അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും അവൾ മൗനം മാത്രം മറുപടിയായി നൽകി. പുറത്തു നിന്നുള്ള കിഷോറിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാവാം ദേവിയും നന്ദുവും പുറത്തേക്ക് വന്നിരുന്നു. അനുവിനെ കണ്ടതും ദേവിയും നന്ദുവും ആദിയോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ശേഷം അവളുടെ അരികിലേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു, മോളെ അനു, നീ എന്താ ഈ സമയത്ത്? അല്ല, ഗൗതം എവിടെ? അവൻ വന്നില്ലേ? അവർ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ അപ്പോഴും അനു മൗനം പാലിച്ചു. ചേച്ചി, ഏട്ടനെവിടെ? എന്തോന്നും മിണ്ടാത്തെ? അതും കൂടെ കേട്ടപ്പോൾ അനു പറഞ്ഞു തുടങ്ങി. വന്നിരുന്നു. എന്നെ ഇറക്കിയ ശേഷം തിരിച്ചു പോയി. ഇനി വരില്ല. മുഖത്ത് പ്രത്യേകിച്ചൊരു വികാരവും പ്രകടിപ്പിക്കാതെ അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടതും ദേവി കിഷോറിനെ ഒന്ന് നോക്കി. അനു, നീ എന്താ പറഞ്ഞു വരുന്നത്? ദേവി നെഞ്ചിടിപ്പോടെ ചോദിച്ചു. എൻ്റെ ആ വീട്ടിലെ റോള് കഴിഞ്ഞു എന്നേക്കുമായി. അതുകൊണ്ട് തന്നെ തിരിച്ചുകൊണ്ടാക്കി. അത് ദേവിക്കും നന്ദുവിനും കിഷോറിനും തീർത്തും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. മോള് വിഷമിക്കാതെ, അമ്മ ഗൗതമിനെ വിളിച്ച് സംസാരിക്കാം. അതും പറഞ്ഞ് ദേവി ധൃതിയിൽ അകത്തേക്ക് ഫോൺ എടുക്കാൻ പോവാൻ നിന്നപ്പോഴായിരുന്നു അനു പറഞ്ഞത്. എന്തിന്? ഇനി വിളിച്ചിട്ടൊന്നും കാര്യമില്ല, എല്ലാം കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ സമ്മാനിച്ചതല്ലേ, അതുകൊണ്ട് ഞാനെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഉള്ളം വല്ലാതെ നീറുന്നുണ്ടായിരുന്നെങ്കിലും എല്ലാം മുള്ളിലൊതുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളത് പറഞ്ഞു കഴിഞ്ഞതും ദേവിയും നന്ദുവും കിഷോറിനെ നോക്കി. അയാൾ തല താഴ്ത്തി. അതും പറഞ്ഞവൾ പോവാൻ നിന്നതും കിഷോർ അവളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. മോൾ അച്ഛനെ വെറുക്കരുത്. ആ സമയം അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അതെല്ലാം നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഇതിങ്ങനെയൊന്നും ആയിത്തീരുമെന്ന് സത്യമായി അച്ഛനെ അറിയില്ലായിരുന്നു. കലങ്ങിയ കണ്ണുകളോടെ അയാൾ പറഞ്ഞു നിർത്തി. പക്ഷെ അത് കേട്ടപ്പോൾ അനു ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം പറഞ്ഞു തുടങ്ങി. ശരിയായിരിക്കാം, അച്ഛൻ ചെയ്തതെല്ലാം എൻ്റെ നന്മയ്ക്കായിരിക്കാം. പക്ഷെ ടൈമിങ് മാത്രം മാറിപ്പോയി. മുനമ്പിലുള്ളത് തകർച്ചയാണെന്ന് മനസ്സ് പറഞ്ഞപ്പോൾ എന്നെ അതിലേക്ക് തള്ളിയിട്ടു. പക്ഷെ ഇപ്പം ഇതാണ് എൻ്റെ ജീവിതം എന്ന് മനസ്സ് പറഞ്ഞപ്പോൾ അതെന്നിൽ നിന്നും തട്ടിയെടുത്തു. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് അനു അകത്തേക്ക് കയറിപ്പോയി. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും ദേവിയുടെയും നന്ദുവിൻ്റെയും കണ്ണുകളെ ഈറനണിയിപ്പിച്ചു. ഒരു നിമിഷം താൻ കാരണമാണ് തൻ്റെ മകളെ അവസ്ഥയിലായതെന്ന തിരിച്ചറിവ് അയാളുടെ ഹൃദയത്തിൽ കുറ്റബോധത്തെ കുത്തി നിറച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനു റൂമിലേക്ക് കയറിയ ശേഷം കതകടച്ചു. പിന്നെ അവൾ ലൈറ്റ് ഓൺ ചെയ്ത് ഒരു നിമിഷം അവൾ ചുറ്റും കണ്ണോടിച്ചു. ആ സമയം മുറിയിൽ ആസകലം അവൾക്ക് ഗൗതമിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ഒരു നിമിഷം അന്ന് ഗൗതമിൻ്റെ കൂടെ ഈ മുറിയിൽ കഴിഞ്ഞത് അവളുടെ കൺമുമ്പിലേക്ക് വന്ന പോലെ അവൾക്ക് തോന്നി. പക്ഷെ അവൾ കണ്ണാടിക്ക് മുമ്പിലേക്ക് നടന്നെടുത്തു. ശേഷം അതിനഭിമുഖമായി നിന്നു. ആ ഒരു നിമിഷം കണ്ണാടി ചില്ലിൽ തെളിയുന്ന അവളുടെ പ്രതിബിംബം പോലും അവളെ നോക്കി പുച്ഛിച്ച് ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അതിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് ഒഴിഞ്ഞുകിടക്കുന്ന അവളുടെ കഴുത്തായിരുന്നു. ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലേക്ക് അടർന്നു വീണു. ശേഷം അവൾ പോയി ബെഡിൽ കിടന്നു. ഇതുവരെ കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും അവൾ വീണ്ടും ഒരു ഓർമ്മ പുതുക്കൽ പോലെ ഓർത്തെടുത്തു. ആ ചിന്തകൾ അവളെ കൊണ്ടെത്തിച്ചത് കരച്ചിലായിരുന്നു. ഒരുപാട് നേരം അവൾ പൊട്ടിക്കരഞ്ഞു. ഇത്രയും സമയം അവൾ അടക്കിപ്പിടിച്ച അവളുടെ സങ്കടങ്ങളെല്ലാം അവളുടെ അനുവാദമില്ലാതെ പെയ്തിറങ്ങി. അവളുടെ കണ്ണുനീരിൻ്റെ സാന്നിധ്യത്താൽ അവൾ ഇറുകെ പിടിച്ച ആ തലയിണയിലും നനഞ്ഞു കുതിർന്ന് ഒരിക്കൽ കൂടി അവൻ്റെ നെഞ്ചിൻ ചൂടറിഞ്ഞ് അവൻ്റെ കൈവലയത്തിനുള്ളിൽ ചേർന്ന് കിടക്കാൻ ആ നിമിഷം അവൾ ഒരുപാട് കുതിച്ചു. കണ്ണുനീരിനെ കൂട്ടുപിടിച്ച് എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണു. ഇതിനോടകം അനു വല്ലാതെ മാറിപ്പോയിരുന്നു. എപ്പോഴും കളിയും ചിരിയുമായി നടന്നിരുന്നവൾ ഇപ്പോൾ ഒന്ന് ചെറുതായി ചിരിക്കാൻ പോലും മറന്നതുപോലെ. അവളെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു അത്.
ആരോടും അധികം സംസാരിക്കാതെ അവൾ ആ മുറിയിൽ തന്നെ ചുരുണ്ടുകൂടി. വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമാണെങ്കിലും അവൾ അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അവൾ സ്വയം തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. അവനോടൊത്തുള്ള നിറമാർന്ന ഓർമ്മകൾ ഇന്ന് മുറിവിനാൽ നെയ്തുകൂട്ടിയ നൊമ്പരമാണെങ്കിലും ആ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാവും എപ്പോഴും ഏകാന്തതയെ കൂട്ടുപിടിച്ച് കണ്ണുനീരിനെ അവളും പ്രണയിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജനാലയിലൂടെ വിദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ചുവും അലിയും അവിടേക്ക് വന്നത്. അച്ചു അനുവിൻ്റെ തോളിൽ കൈവച്ചു. അനു തിരിഞ്ഞു. പിന്നെ അവർക്ക് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ശേഷം അലിയും അച്ചുവും അവളോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അനു, നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? അങ്ങനോട് പോയി പണി നോക്കാൻ പറ. അവൻ പോയാൽ അവൻ്റെ അനിയൻ ആ കോൺസെപ്റ്റ് ഫോളോ ചെയ്യും. അല്ലാതെ നീ ഒരുമാതിരി യേശുദാസിനെ ഇരിക്കാനല്ലാതെ. അവൻ ആ ചുള്ളിക്കമ്പ് നികുതിയും കെട്ടി ഇപ്പോൾ സുഖമായിട്ട് കഴിയാണ്. അച്ചു അത് പറഞ്ഞു കഴിഞ്ഞതും അനു അവിടെ സ്തംഭിച്ചു നിന്നുപോയി. അലി അച്ചുവിൻ്റെ കാലിനിട്ടൊന്ന് ചവിട്ടി. സത്യം പറഞ്ഞാൽ അപ്പോഴായിരുന്നു അച്ചുവിന് അവളെന്താ പറഞ്ഞതെന്നുള്ള ബോധം വന്നത്. അച്ചുവും അലിയും ഒരു ചെറുഭയത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താ എന്താ നീ പറഞ്ഞത്? അവൾ ഒരു തരം ഞെട്ടലോടെ അച്ചുവിനോടായി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. പക്ഷേ അതിന് അച്ചു മൗനം പാലിച്ചു. പക്ഷേ വീണ്ടും അനുവിൻ്റെ ചോദ്യം അവൾക്ക് നേരെ ഉയർന്നുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് പറയേണ്ടി വന്നു. അതെ അനു, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നികിതയുടെ പോസ്റ്റ് കണ്ടിരുന്നു. അവരുടെ വിവാഹ ഫോട്ടോ. തല താഴ്ത്തിക്കൊണ്ട് അച്ചു പറഞ്ഞത് കേട്ടതും അനു താഴേക്ക് ഊർന്നിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ചുവും അലിയും ആശ്വാസവാക്കുകളാൽ അവളുടെ അരികിലായിരുന്നു. ഗൗതം, ഇനി എന്താ നിന്റെ തീരുമാനം? പ്രധാന ഹാളിലെ ടേബിളിൽ ചെയറിൽ കണ്ണുമടച്ച് ചാരിയിരിക്കുന്ന ഗൗതമിനോടായി മേനോൻ ചോദിച്ചു. ലക്ഷ്മിയും ആര്യയും നീരവും ശാരദയുമൊക്കെ അവൻ്റെ മറുപടിക്കായി കാതോർത്തു. ഗൗതം പതിയെ കണ്ണു തുറന്നു. ശേഷം പറഞ്ഞു, തെറ്റുകളെല്ലാം തിരുത്തണം. ഒപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കണം. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. അച്ചുവും അലിയും വൈകുന്നേരത്തോടെ തന്നെ തിരിച്ചിരുന്നു. പക്ഷെ അവർ വന്നത് അവളെ ആശ്വസിപ്പിക്കാനാണെങ്കിലും അവൾക്ക് തീരാ നോവ് നൽകുന്നൊരു വാർത്ത പറഞ്ഞിട്ടാണ് അവർ പോയത്. ഗൗതമിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തരി സ്നേഹം അവൾക്കായി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന അവളുടെ അവസാന പ്രതീക്ഷയും കൂടിയായിരുന്നു അവിടെ തകർന്നത്. എവിടേക്കെങ്കിലും ഒരു യാത്ര പോയ പോലെ എന്തിനായിരുന്നു ഇങ്ങനെയൊരു ഇടവേള തൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് അവളിൽ അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി കിടന്നു. കവിളിലേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ അവൾ കൈകൊണ്ട് തുടച്ചു മാറ്റി. അപ്പോഴാണ് ദേവി റൂമിലേക്ക് കയറി വന്നത്. അപ്പോഴേക്കും അനു കണ്ണൊക്കെ തുടച്ചു മാറ്റി. ദേവി നേരെ റൂമിലേക്ക് കയറിയ ശേഷം ഡോറ് ലോക്ക് ചെയ്തു. പിന്നീട് അനുവിൻ്റെ അരികിലായി പോയിരുന്നു. പക്ഷെ അനു തല കുനിച്ചിരുന്നു. അത് കണ്ടതുകൊണ്ടാവാം ദേവി അവളുടെ താടി പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തിനാ മോളെ എല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കുന്നത്? നിനക്ക് കരയണോ? എങ്കിൽ പൊട്ടിക്കരയേ. ദേവി അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പിന്നെ അനുവിനെ സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ കൊച്ചുകുട്ടിയെപ്പോലെ ദേവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അതിന് സാന്ത്വനമായി ദേവി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ഒരുപാട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. എനിക്കിനിയും വയ്യ. കരച്ചിലിനിടെ അവൾ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. അനു, ചിലപ്പോഴൊക്കെ ദൈവം നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുൻപോട്ട് പോകണം. നീ കേട്ടിട്ടില്ലേ ഓരോ കയറ്റത്തിനും ഓരോ ഇറക്കവും ഉണ്ടാവും. അതുപോലെ മോളുടെ ഈ ദുഃഖം ഒരു സന്തോഷത്തിലേക്കുള്ള വഴിയാവും. ദേവി അത് പറഞ്ഞതും അനു പെട്ടെന്ന് തന്നെ അടർന്നു മാറി. എന്നിട്ട് ദേവിയെ നോക്കിക്കൊണ്ടൊന്ന് ചിരിച്ച ശേഷം പറഞ്ഞു, ഇതുപോലെ ഒന്ന് അമ്മയും അച്ഛനും അന്ന് പറഞ്ഞിരുന്നു. കല്യാണ ദിവസം ഞങ്ങൾ രണ്ടുപേരെയും ചേർത്ത് വയ്ക്കണമെന്ന് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന്. ഇതെല്ലാം ഒരു നിമിത്തമാണെന്ന്. അതെല്ലാം അന്ന് ഞാനും വിശ്വസിച്ചു. എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത്? അവളുടെ ആ ചോദ്യത്തിന് മുൻപിൽ ദേവിക്ക് ഉത്തരം മുട്ടി നിന്നു. നിൻ്റെ ഈ ചോദ്യത്തിനൊന്നും എന്ത് മറുപടി പറയണമെന്ന് അമ്മയ്ക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയാം, എല്ലാം നല്ലതിനാവും. അതിന് മറുപടിയായി അനു ഒന്ന് വരുത്തി ചിരിച്ചു. ആ പിന്നെ ഇന്ന് നമ്മുടെ നന്ദുവിനെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. നീയും താഴേക്ക് വരണം. പോവാൻ തുനിഞ്ഞതും എന്തോ ഓർത്ത പോലെ തിരഞ്ഞുകൊണ്ട് ദേവി അനുവിനോടായി പറഞ്ഞു. അത് കേട്ടതും അനു ഒന്ന് ഞെട്ടി. എന്താ, നമ്മുടെ നന്ദുവിനെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നോ? അതിനിപ്പോൾ അവൾ പഠിക്കല്ലേ? മാത്രമല്ല ഇപ്പം ഇത്ര തിരക്കിട്ട് ഇതൊക്കെ നടത്തേണ്ട കാര്യം എന്താ? അവൾ ആവലാതിയോട് ചോദിച്ചു.
അതൊക്കെ ശരിയാണ്. പക്ഷെ അച്ഛൻ്റെ തീരുമാനമാണ്. നല്ല വീട്ടിലെ ആലോചനയാണ്. പിന്നെ നന്ദുവിന് സമ്മതമാണ്. ദേവിയുടെ മറുപടി അനുവിനെ തീർത്തും അത്ഭുതപ്പെടുത്തി. അവൾക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തിനാണ് ഇത്ര ധൃതിയിൽ നന്ദുവിൻ്റെ വിവാഹം നടത്തുന്നതെന്ന്. ഒരു നിമിഷം തൻ്റെ ജീവിതം പോലെ അവളുടെ ജീവിതവും കിഷോർ പ്രശ്നത്തിലാക്കുമോ എന്ന് അവൾ ചിന്തിച്ചു പോയി. ഒരു വൈകുന്നേരത്തോടെ പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും എത്തി. അനു താഴേക്ക് വരുന്നില്ലെന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും ദേവിയുടെ നിർബന്ധം കാരണം അവൾ താഴേക്ക് പോയി. താഴെ സ്വീകരണ മുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. കൂടെ അച്ഛനും അമ്മയുമുണ്ട്. അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നന്ദുവിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു, നന്ദുവിന് ചെറുക്കനെയും. അനു അവരെയൊക്കെ ഒന്നും മുഖം കാണിച്ച ശേഷം മുകളിലേക്ക് പോയി. പക്ഷെ അവൾക്കൊന്നും ശരിയല്ലാത്ത പോലെ തോന്നി. അവൾ മുറിയിൽ പോയിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ പെട്ടെന്ന് നടത്തണം, ഇനി അധികം വൈകിക്കണ്ട. അതെ, പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. അനന്തിതയുടെ ചേച്ചി ഇവിടെയല്ലേ? അവൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അനിയത്തിയുടെ വിവാഹം നടത്തുന്നത്? എനിക്കറിയാം കാര്യങ്ങളൊക്കെ, ബട്ട് എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ ഇതൊക്കെ പറയാൻ പറ്റില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ അനാമികയുടെ വിവാഹം കഴിയട്ടെ. അല്ലാതെ അതിനു മുൻപ് അനിയത്തിയുടെ വിവാഹം കഴിയുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ബട്ട് ചന്ദ്രൻ, അതൊരു പ്രോബ്ലമാണോ? അനുവിൻ്റെ പ്രശ്നം കാരണം ഈ വിവാഹം മാറ്റിവെക്കണോ? അതെ, തീർച്ചയായും കിഷോർ. കാരണം കുട്ടിക്കൊരു ചേച്ചി ഉള്ളതായും വിവാഹം കഴിഞ്ഞതായും എൻ്റെ ഫാമിലിക്കൊക്കെ അറിയാം. സോ ഇനി അവർ അവളുടെ ഹസ്ബൻഡിനെ പറ്റി ചോദിച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ടി വരും. യു നോ ദാറ്റ് ഈ കല്യാണം ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നടത്തുന്നത്. ബട്ട് എൻ്റെ ഇമേജിനെ ബാധിക്കുന്ന ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മൂത്ത മകളുടെ കാര്യങ്ങളൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിഞ്ഞാൽ അതെനിക്കൊരു കുറച്ചിലാണ്. സോ ആദ്യം അവളുടെ വിവാഹം നടക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെപ്പറ്റി ആലോചിക്കാം. ഓക്കെ? അതും പറഞ്ഞ് ചന്ദ്രനും കുടുംബവും അവിടെ നിന്നിറങ്ങി. നന്ദു അഭിനവിനെ ഒന്ന് നോക്കി തിരിച്ചവനും. ഇതെല്ലാം മുകളിൽ ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അനു. ഒരു നിമിഷം അവൾ സ്വയം തകർന്നു പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ സ്വയം പറ്റിക്കപ്പെട്ടു. എന്നിട്ടും ആളുകൾ എന്താ അവളെ തെറ്റുകാരിയാക്കുന്നതെന്ന് ആലോചിച്ചു അവൾ കുഴഞ്ഞു. എല്ലാത്തിലും പെൺകുട്ടികളെ മാത്രം കുറ്റം പറയുന്നതോർത്ത് അവൾക്ക് സ്വയം പുച്ഛം തോന്നി. എത്ര പെട്ടെന്നാണ് താൻ എല്ലാവരുടെയും മുൻപിൽ ഒരു തെറ്റുകാരിയായി ചിത്രീകരിക്കപ്പെട്ടത്. പക്ഷെ അപ്പോഴും ഇത്ര നിർബന്ധമായിട്ട് നന്ദുവിൻ്റെ വിവാഹം നടത്താൻ മാത്രമുള്ള എന്ത് കാര്യമാണുള്ളത് എന്ന് അവൾക്ക് മനസ്സിലായില്ല.